മോളെ, ഫ്ലൈറ്റിലൊക്കെയുള്ള യാത്രയാ, വേറൊരു രാജ്യത്തേക്കാ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. അക്കാര്യത്തിൽ ഞാൻ എന്തിനാ നിർമ്മലാന്റി ടെൻഷനാവുന്നത്? ഗൗതം കൂടെയില്ലേ, ഒന്നും പേടിക്കാനില്ല. ആ, സൂക്ഷിക്കേണ്ടത് ആന്റിയാ. ശിവാനിയുള്ള ഒരു കുറുക്കന്റെ മടയില് ആന്റി ഇട്ടുകൊടുത്തിട്ട് പോവാം. എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. അത് കുഴപ്പമില്ല, ഞാൻ പാർവതിയെ ചുറ്റിപ്പറ്റി നടന്നോളാം. ആദ്യത്തെ അത്ര ദേഷ്യമൊന്നും ഇപ്പൊ പാർവതിക്ക് എന്നോടില്ല. ആ അമ്മേ, അമ്മയുടെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അമ്മേ, ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് വരുമ്പോ അമ്മയ്ക്ക് എന്താ അവിടുന്ന് കൊണ്ടുവരേണ്ടത്? അവിടെ ചോക്ലേറ്റ്, വാച്ച്, ഇതൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് കിട്ടും. ഏതൊക്കെ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റു. മരുമോൾ എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് അമ്മായിയും എന്തെങ്കിലും മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ? എന്തു പറ്റി അമ്മേ മുഖത്തൊരു വിഷമം പോലെ? ഈ വിഷമത്തിന്റെ കാരണം എന്താന്ന് എനിക്കറിയാം. നിന്നെ വിട്ടൊരു 15 ദിവസം തനിച്ചിരിക്കണമല്ലോ, അതിന്റെ വിഷമാ. ആഹാ, അത് കൊള്ളാലോ. അതിനെന്തിനമ്മ വിഷമിക്കുന്നത്? 15 ദിവസം എന്ന് പറയുന്നതേ പടപടാന്നങ്ങ് പോവില്ലേ? അവിടെ ചെന്നാലും ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ അമ്മയെ വീഡിയോ കോൾ ചെയ്യും. എന്താ അതുപോലെ? അപ്പോ ഞാൻ കൂടെ ഉള്ളതുപോലെ തന്നെ തോന്നിക്കോളും. ദൈവമേ, ഈ മുഖത്ത് നോക്കി ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ എങ്ങനെ പോകണ്ടെന്ന് പറയും? എന്നെ കൊണ്ടതിന് പറ്റില്ല. ആന്റി, ഞാൻ നേരത്തെ എടുത്തു വെച്ച സാരികളില്ല, അതും കൂടി ഇങ്ങെടുത്തു. ഓക്കെ, ആ തുണി അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാം. എന്തായി പോകത്ത്? ഞാനിപ്പോ പോയി പറഞ്ഞു കൊടുക്കേ. ആ കേട്ടോ അമ്മേ, ഞാൻ വീട്ടിൽ വിളിച്ചിട്ടേ ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോകുന്ന കാര്യം പറഞ്ഞു. അമ്മ നിലത്തൊന്നും അല്ല, ബന്ധുക്കളെ മുഴുവനും വിളിച്ചേ മോള് വിദേശത്ത് പോകുന്ന കാര്യം പറഞ്ഞങ്ങ് ആഘോഷിക്കുക. സന്തോഷം അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, മോൾ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ദേ, പാർവതിയുടെ സങ്കടം കണ്ടല്ലോ. ഇതിന് പരിഹാരമായിട്ട് വേണം തിരിച്ചു വരേണ്ടത്. പറഞ്ഞത് മുക്ക് മനസ്സിലായോ? സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യം അത് ഞാൻ ഏറ്റു. കാര്യം ഗിഫ്റ്റിന്റെ ഒക്കെ തന്നെയാ, പക്ഷേ ചോക്ലേറ്റും വാച്ചൊന്നുമല്ല. നീ തിരിച്ചു വന്ന ദിവസങ്ങൾക്കകം പ്രഗ്നന്റ് ആണെന്ന സന്തോഷ വാർത്ത ഞങ്ങൾക്ക് തരണം. നിധി, അതെ, നീ സ്വിറ്റ്സർലൻഡിൽ പോകണ്ട. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? പറഞ്ഞത് മനസ്സിലായില്ലേ? നീ ടൂറിന് പോകണ്ടാന്ന്. പാർവതി വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ മോളെ. നീ ഇത് വേഗം പാക്ക് ചെയ്യാൻ നോക്ക്. ഞാൻ കളി പറഞ്ഞതല്ല. നീ ടൂറിന് പോണ്ടെന്ന് പറഞ്ഞ പോണ്ട, മനസ്സിലായോ? അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട, അത്ര തന്നെ. നിധി ചോദിച്ചതും അത് തന്നെയല്ലേ? എന്തുകൊണ്ടാ പോണ്ടാന്ന് പറയുന്നത്? അതിനൊരു കാരണം വേണ്ടേ? ഈ വീട്ടിൽ ഞാനൊരു തീരുമാനം എടുത്ത അതിന്റെ കാരണം എന്താണെന്ന് നിന്നെ ബോധിപ്പിക്കണോ നിർമ്മല? നിധി പറഞ്ഞതനുസരിച്ചാ മതി. ടൂറിനും പോണ്ട, ഒന്നിനും പോണ്ട. നീ ഇവിടെ വീട്ടിലിരുന്നാ മതി. എന്താ അമ്മ ഇത്? പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞില്ലേ? ഈ അവസാന നിമിഷം വന്ന് ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് രാവിലെയും 15 ദിവസമല്ല 30 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതിയെന്ന് സന്തോഷത്തോടെ പറഞ്ഞ ആളല്ലേ അമ്മ. പെട്ടെന്ന് ഇത് എന്തു പറ്റി ടൂറിന് പോകണ്ടെന്ന് പറയാൻ? എന്താ കാരണം? പറയുമ്മ. അത് പിന്നെ ഞാനങ്ങ് തീരുമാനിച്ചു, അത്ര തന്നെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്തോ ഇതിന്റെ പിന്നിലുണ്ട്. നോക്കമ്മേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലേ ഞാൻ? ഇതെന്റെ തീരുമാനോ, അല്ലാതെ ആരും ഒന്നും പറഞ്ഞിട്ടല്ല. എന്റെ മനസ്സ് ശരിയല്ല, അത്രേ ഉള്ളൂ. മനസ്സ് ശരിയല്ലാത്തത് പാർവതിക്കല്ലേ? അതിനും നിധി ടൂറ് പോയാൽ എന്താ കുഴപ്പം? നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ നിർമ്മല? ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. ഗൗത എന്തുമാത്രം ആഗ്രഹിച്ച യാത്രയാണിതെന്ന് അമ്മയ്ക്കറിയോ? ദയവേദി ഇതിനൊരു തടസ്സം പറയല്ലേ അമ്മ. ഞങ്ങൾ അത്രയ്ക്ക് ആഗ്രഹിച്ചതാ. ഈ സമയത്ത് ഞാനങ്ങ് മരിച്ചു പോയാ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ ടൂറിന് പോവോ? എന്റെ മറുപടി ഇല്ലേ? ഞാൻ ചത്തുപോയാ നിങ്ങൾ ടൂർ ക്യാൻസൽ ചെയ്യില്ലേ? ഈ സംസാരിക്കുന്നത് പാർവതിയല്ല,
ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എടി നിന്നോടല്ലേ മിണ്ടാതെ നിൽക്കാ പറഞ്ഞത്. എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറയും. ഈ ചെയ്യുന്നത് തെറ്റാണ്. നീ ഈ വീട്ടിലെ വേലക്കാരിയാ. ആ സ്ഥാനത്തിനപ്പുറമുള്ള അധികാരം ഒന്നും എടുക്കണ്ട. ഞാൻ സംസാരിച്ചത് നിധിയോടാ. അതിനിടയ്ക്ക് കയറി അഭിപ്രായം പറയാൻ നീ ആരാ? നിനക്ക് എന്താടി ഇവിടെ അധികാരം? നോക്ക് നിധി, ഇന്ന് തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് പോയില്ലെന്ന് കരുതി സ്വിറ്റ്സർലൻഡ് ഇല്ലാതായി പോകുന്നില്ലല്ലോ. ഈ വീട്ടിൽ എന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കണ്ടെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്?